ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികമാരായി വന്നവർ ഏറെയാണ്. പൂക്കാലം വരവായി എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി അരങ്ങേറിയതാണ് കാവ്യ. ഭാവിയിൽ അഭിനയിക്കണമെന്ന മോഹം അന്ന് മനസ്സിലുണ്ടായിരുന്നതായി കാവ്യ പറയുന്നു. സിനിമാ ജീവിതത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം വാചാലയാകാറുണ്ട് കാവ്യ. നായികയായി അഭിനയിച്ച ആദ്യ ചിത്രമായ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ അനുഭവങ്ങളെക്കുറിച്ചും കാവ്യ സംസാരിച്ചു. ആദ്യ സിനിമയിലെ നായകൻ പിൻകാലത്ത് ജീവിത നായകനായി മാറുകയായിരുന്നു. വിവാഹശേഷം അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് കാവ്യ. അത് അവരായിട്ട് എടുത്ത തീരുമാനമാണെന്ന് ദിലീപ് പറയുന്നു. ഇപ്പോഴും അവസരങ്ങൾ വരാറുണ്ടെന്നും ഇരുവരും പറയുന്നു. അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ സജീവമാണ് കാവ്യ. എന്നാണ് സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്, ഇടവേള അവസാനിപ്പിക്കാനുള്ള സമയമായില്ലേ എന്ന ചോദ്യങ്ങളുമായി നിരവധി ആരാധകർ എത്താറുണ്ട്. ഇപ്പോഴത്തെ ജീവിതത്തിൽ സംതൃപ്തിയാണെന്ന് കാവ്യ വ്യക്തമാക്കിയിരുന്നു. അത്രയേറെ ആഗ്രഹിച്ചു തുടങ്ങിയ ബിസിനസ് സംരംഭം ഇപ്പോൾ വീണ്ടും സജീവമാണ്. മീനാക്ഷി മഹാലക്ഷ്മിയുമെല്ലാം ഇടയ്ക്ക് മോഡലുകൾ ആവാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാവ്യ പങ്കുവെച്ച കാര്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ വൈറലാകാറുണ്ട്. അഭിനയ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്ന ചിത്രമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. അന്നത്തെ അനുഭവത്തെക്കുറിച്ച് കാവ്യ പങ്കുവെച്ച വീഡിയോ ഇന്ന് വൈറലാവുകയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കാവ്യ ആദ്യമായി നായികയായത്. വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണത്. ശാലിനി ചേച്ചി ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രമായിരുന്നു അത്. വേറെ സിനിമയിൽ ഡേറ്റ് കൊടുത്തത് കൊണ്ട് തന്നെ ശാലിനിക്ക് അത് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ചന്ദ്രൻ ദിക്കിൽ എന്ന സിനിമ കാവ്യയിലേക്ക് എത്തുകയായിരുന്നു. ഒരു ഹോട്ടൽ റൂമിൽ ബിജുവേട്ടനൊപ്പമുള്ള സീനായിരുന്നു ആദ്യം ചെയ്തത്. വലിയ ഡയലോഗുകളൊന്നുമില്ലായിരുന്നു. വെറുതെ നോക്കുക, തലയാട്ടുക, അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. 2-3 ദിവസമായപ്പോഴും ഇതേ അവസ്ഥയായിരുന്നപ്പോഴാണ് താൻ ലാലുവേട്ടനോട് ഡയലോഗൊന്നും ഇല്ലേ എന്ന് ചോദിച്ചതെന്ന് കാവ്യ പറയുന്നു. ഞാൻ വെറുതെ നിൽക്കുകയുള്ളോ, വർത്തമാനമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആഹാ അങ്ങോട്ടേക്ക് ചോദ്യം വന്നു തുടങ്ങിയല്ലേ, നാളെ തന്നെ ശരിയാക്കി തരാമെന്നായിരുന്നു മറുപടി. പിറ്റേ ദിവസമായിരുന്നു ക്ലൈമാക്സ് ചിത്രീകരിച്ചത്. അവസാനം ദിലീപേട്ടൻ്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് പഴയ രാധയാവണം എന്നൊക്കെ പറയുന്ന രംഗമായിരുന്നു. പുതുമുഖം എന്ന നിലയിൽ നല്ല ഹെവി ആയിട്ടുള്ള സീനായിരുന്നു. താലിയൊക്കെ പിടിച്ചിട്ട് ഈ താലി കെട്ടിയ ബന്ധം മാത്രമേയുള്ളൂ എന്നുള്ള ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഞാൻ എന്താണ് അഭിനയിക്കുക, എന്നിൽ രാധ ഓക്കെയാണോ എന്നവർ ചിന്തിച്ചത്. ശരിക്കും നല്ല റിസ്ക്കാണ് അവർ ഏറ്റെടുത്തത് എന്നും കാവ്യ പറയുന്നു. ആ രംഗങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. രാധയായി മറ്റൊരാളെ സങ്കല്പിക്കാനാകാത്ത രീതിയിൽ ആ കഥാപാത്രത്തെ മനോഹരമാക്കി. ഈ സിനിമയിലൂടെ നല്ലൊരു നായികയെ കിട്ടി എന്നായിരുന്നു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ.